ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്താ വയ്യ കേട്ടോ, അലർജിയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ രാത്രി വീണ്ടും തുടങ്ങി. ഈ കാറ്റൊക്കെ അടിച്ചിട്ടാണ് തോന്നുന്നുണ്ട്, പൊടി കയറി. എന്താ പറയുക, സൂര്യയില്ല. ശ്രീലക്ഷ്മി ഇതപ്പം നീട്ട് വന്നിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ്. എന്താ ഒരു അയഞ്ഞ ഗുഡ് മോർണിംഗ്. പിന്നെ അപ്പോൾ ഒന്ന് സെൻഡ് ഓഫാണ് തോന്നുന്നുണ്ട് ഇവരെ സ്കൂളിൽ. അപ്പോൾ ഈ ഒരു വർഷം കൂടി അവിടെ ഉള്ളൂ തോന്നുന്നു. ഉറപ്പൊന്നും പറയുന്നില്ല. അതിനെ അവരെ പരീക്ഷേൻ്റെ മാർക്ക് പോലെയൊക്കെ ഇരിക്കും. മാർക്ക് കിട്ടട്ടെ. പഠിക്കണമൊക്കെ ഉണ്ട്. മൊബൈൽ അങ്ങനെ കളിക്കാനൊന്നും കൊടുക്കലില്ല. പിന്നെ എന്താ പറയുക, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ശ്രീലക്ഷ്മി കട്ടൻ ചായ കുടിക്കുക. അപ്പോൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞു. 2 മുട്ട ഉണ്ടായിരുന്നു. അത് ശ്രീലക്ഷ്മിക്ക് കാൽസ്യത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് അതിൻ്റെ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ വാങ്ങി. അച്ഛന് കുളിക്കണം, കടയിൽ പോകണം, ശ്രീലക്ഷ്മിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ ഇത് അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ശ്രീരുദ്രം ജപിച്ച രുദ്രാക്ഷയാണ് കേട്ടോ. ഇത് രണ്ടാൾക്കുണ്ട്, ശ്രീലക്ഷ്മിക്കും ഉണ്ട്. ഞങ്ങൾ ശിവരാത്രിൻ്റെ അന്ന് വാങ്ങിയിട്ടാണ് അത് കെട്ടിയിട്ടുള്ളത്. അന്ന് കിട്ടുന്ന ആ ഒരു നന്മ ഗുണം വേറെ ദിവസം കെട്ടിയാലും ഉണ്ടാവില്ല. അപ്പം അതുപോലുള്ളൊരു ഇതാണിത്. അപ്പോൾ വെള്ളിയിലാണിത് കെട്ടിച്ചിട്ടുള്ളത്. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശിവരാത്രിൻ്റെ അന്നാണത് വാങ്ങിച്ചത്, അന്ന് കെട്ടിയത്. പിന്നെ ഇവിടെ ശ്രീലക്ഷ്മീൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഡാൻസ്. അപ്പോൾ ആദ്യം കുറച്ച് ഭാഗം ചിലപ്പോൾ കാണാൻ സാധ്യത കുറവാണ്. അത് വിചാരിച്ച് കാണാതിരിക്കരുത്. അത് ആൾക്കാർ പൊതുവേ ഉള്ളതാണല്ലോ. ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ ഒന്നങ്ങോട്ട് പോയി പിന്നെ അവർ കണ്ടാലും അവരൊന്നും ഒതുങ്ങിയിരിക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാവും. എങ്കിലും കാണണം, അഭിപ്രായം പറയണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഓട്ടംതുള്ളലായിരുന്നു ഞാൻ കളിക്കണമെന്ന് ഓർത്തത്. പക്ഷേ നമ്മളെ സാഹചര്യം, അതായത് നമ്മൾ ഗുരുവിനെ കൊണ്ടുവരണമെങ്കിലും അതിൻ്റെ മൃദംഗം ഇതൊക്കെ കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പൈസയ്ക്ക് അധിക ചിലവുണ്ട്. അപ്പോൾ എന്നെങ്കിലും സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മാതൃസമിതിൻ്റെ അംഗമായിട്ടുള്ള അമ്മ പറഞ്ഞു അത് അവതരിപ്പിക്കായിരുന്നില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയ സാമ്പത്തിക പ്രശ്നമുണ്ട്. അപ്പോൾ അവളെ പഠിപ്പിക്കുന്ന ഗുരുവാണ് തിരുമാതാകുന്നിൽ അമ്മേൻ്റെ ചരിത്രം കഥയാക്കിയിട്ട് ഓട്ടംതുള്ളൽ തളി ക്ഷേത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു അയ്യോ ഇതൊക്കെ അവതരിപ്പിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത വർഷമാവട്ടെ, നമുക്ക് ആപത്തൊന്നും ഇല്ലെങ്കിൽ നോക്കാം. ഞാൻ അതേന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ പരീക്ഷ ടൈം എല്ലാം കൂടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷം. അമ്മയ്ക്ക് വലിയ കാര്യമാണ്. 2-3 അമ്മമാരുണ്ട്, അവർക്കൊക്കെ ഭയങ്കര കാര്യമാണ് ഇവളെ. എപ്പോൾ ചെന്നാലും നല്ല എന്താ പറയുക, ഇവളോട് നല്ല രീതിയിലാണ് പെരുമാറുക. ഭയങ്കര സ്നേഹമാണ്. നന്നായിട്ട് കളിക്കണം, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നുണ്ട്, ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിലൊക്കെ കയറി അതൊക്കെ കളിച്ചു. അതന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമാണല്ലോ. അതായത് ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ് തളി മഹാദേവ ക്ഷേത്രം. അവിടെ നമ്മൾ പരിപാടിയൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ ആദ്യം അപേക്ഷ കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. ഞാൻ വല്ല വർഷം അവതരിപ്പിക്കുന്നതായതുകൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്തില്ല. അതുവഴി ആൾക്കാരെ അറിയുന്നതുകൊണ്ട് അവരുടെ അടുത്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ വർഷം അവതരിപ്പിക്കാൻ പറ്റിയില്ല. അത് അമ്പലത്തിൽ കയറാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കളിപ്പിച്ചു. ഇനി അടുത്ത വർഷം എന്താണെന്നറിയില്ല. ആരെങ്കിലും ഉണ്ടോ ഇല്ലാതിരിക്കുമോ ഒന്നും അറിയില്ല. ഉണ്ടെങ്കിൽ അന്നത്തെ സാഹചര്യം പോലെ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കണം. അതുകൊണ്ട് അതിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തുടർ പഠനം ചെയ്യണം. ചെറിയ സാമ്പത്തിക പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്.
എല്ലാ പ്രാരാബ്ദങ്ങളും ആയതും കൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഇത് ചെയ്ത് മുന്നോട്ട് തുടർ പഠനം നടത്തണം, ശ്രീലക്ഷ്മീനെ നല്ലൊരു വഴിക്കാക്കണം എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഇവക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്തും പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അച്ഛനായിട്ടും അമ്മയായിട്ടും ഒക്കെ ഞാൻ തന്നെയാണ്. നമുക്കൊക്കെ അറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയും ഉണ്ടായിട്ട് പോലും ബുദ്ധിമുട്ടി വളരുന്നുണ്ട്. അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒരു സ്ഥാനം ഞാനാണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ചെറുതായിട്ടുണ്ട്, എങ്കിലും സാരമില്ല. പറ്റുന്ന രീതിയിൽ പറ്റാവുന്ന പരിപാടിക്ക് ഞാൻ പറഞ്ഞു വയ്ക്കും. അതിന് ദൈവം എനിക്കൊരു ബലം തരട്ടെ. എല്ലാവരും പ്രാർത്ഥനയും ഉണ്ടാവണം. അപ്പോൾ താങ്ക് യു.